വാസുകി ടോക്സ് സ്ട്രീമിംഗ് ലൈവ്. വാസുകി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ കണ്ടത് മധുരയിലെ ദേവിക്കും കുമാരനെല്ലൂരിലെ ക്ഷേത്രവുമായി എന്തു ബന്ധം. അത് അറിയുന്നതിന് മുമ്പ് കഥ ആരംഭിക്കുന്നത് ബ്രഹ്മലോകത്തിൽ നിന്ന് തന്നെ. ഓർ ബ്രഹ്മലോകം എന്ന് പറയുന്നതിനേക്കാളും ഭംഗി ദേവലോകത്തിൽ നിന്നും എന്ന് പറയാം. ഒരിക്കൽ ദേവലോകത്ത് ഇന്ദ്രൻ അപ്സരസുകളുടെ നൃത്തത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദേവഗുരുവായ ബൃഹസ്പതി ഇന്ദ്രനെ സന്ദർശിക്കാൻ എത്തിയത്. ആ നൃത്തത്തിൽ ലയിച്ചിരുന്ന ഇന്ദ്രൻ തന്റെ ഗുരു വന്നത് അറിഞ്ഞില്ല. വേണ്ട രീതിയിൽ ഗുരുവിനെ തന്റെ വീട്ടിന്റെ കവാടത്തിൽ പോയി ഭയഭക്തിയോടെ സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തെ നല്ല രീതിയിൽ വണങ്ങി അതിഥി സത്കാരം ചെയ്യുകയോ ഒന്നും തന്നെ അവൻ ചെയ്തില്ല. ആ ഗുരുവിന്റെ ആഗമനം അവൻ പാടെ അവഗണിച്ചിരുന്നു. ഇത് കണ്ട് ആ ക്ഷണം തന്നെ ബൃഹസ്പതി അവിടെ നിന്നും മടങ്ങിപ്പോയി. ബൃഹസ്പതി അവിടെ നിന്നും മടങ്ങിയതിനു ശേഷം ഇന്ദ്രന്റെ ശക്തിക്കും ഐശ്വര്യത്തിനും മങ്ങലേൽക്കുവാൻ തുടങ്ങി. അങ്ങനെ ബൃഹസ്പതി ഇനി ഇന്ദ്രനെ തന്റെ ശിഷ്യനായി കരുതുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഗുരുവില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ദ്രൻ ഒരു പുതിയ ഗുരുവിനെ അന്വേഷിച്ചു പോവുകയും 3 തലയുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുകയും തന്റെ ഐശ്വര്യവും ശക്തിയും പൂർവസ്ഥിതിയിൽ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ശക്തമായി തിരിച്ചു വരണമെന്ന് ആ ഒരു ആഗ്രഹത്തോടെ വലിയ ഒരു യാഗം നടത്തി. ആ യാഗത്തിന്റെ നടുവിലാണ് അവന് മനസ്സിലായത് ഈ പുതിയ ഗുരു യാഗത്തിന്റെ ഹോമാഹൂതികളും യജ്ഞത്തിന്റെ ഒരു ഭാഗവും അസുരന്മാർക്ക് നൽകുന്നുണ്ടെന്ന്. ഗുരുവുമായി ഒരു സന്ധി സംഭാഷണത്തിന് പോലും നിൽക്കാതെ ആ യാഗം മുഴുവൻ പൂർത്തീകരിക്കാതെ എപ്പോൾ അദ്ദേഹം അസുരന്മാർക്ക് ഈ ഹോമാഹൂതികളിന്റെ ഒരു പങ്ക് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായോ, ആ ക്ഷണം തന്നെ അവൻ അവിടെ വെച്ച് ആ ഗുരുവിനെ തലവെട്ടി വധിച്ചു. ആ ഗുരുവിന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ മകൻ മരിച്ചതിൽ വല്ലാതെ വിഷമം തോന്നിയ ആ ഗുരുവിന്റെ പിതാവ് വലിയ ഒരു യാഗം നടത്തുകയും അതിൽ നിന്നും ഘോരനായ ഒരു അസുരനെ സൃഷ്ടിക്കുകയും ചെയ്തു. വൃഥാസുരൻ എന്നായിരുന്നു ആ അസുരന്റെ പേര്. അങ്ങനെ വൃഥാസുരനും ഇന്ദ്രനുമായി ഒരു ഘോര യുദ്ധം നടന്നു. വൃഥാസുരനെ നേരിടാനുള്ള തക്ക ആയുധമോ ശക്തിയോ ഇന്ദ്രന്റെ അടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയന്ന ഇന്ദ്രൻ ഒരു താമരപ്പൂവിൽ പോയി ഒളിച്ചു. അനേക കാലം അവൻ ആ താമരപ്പൂവിൽ തന്നെ വസിച്ചു. അങ്ങനെ ആ സമയത്ത് ഇന്ദ്രലോകം ആ രാജാവില്ലാതെ അനാഥമാവുകയും ആ സമയത്ത് 100-ലധികം അശ്വമേധം നടത്തിയ നഹുഷൻ എന്നൊരു രാജാവ് താൻ ഭരണം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രസിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തു. നഹുഷൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ദ്രന് അവകാശപ്പെട്ടതെല്ലാം എന്റേതാണ്. ഞാൻ ഇന്ന് ഇരിക്കുന്നത് ഇന്ദ്രന്റെ സിംഹാസനത്തിലാണ്. ഞാൻ ഇന്ന് ഭരിക്കുന്നത് ഇന്ദ്രന്റെ ദേവലോകമാണ്. ഞാൻ ഇന്ന് ഉറങ്ങുന്നത് ഇന്ദ്രന്റെ കൊട്ടാരത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദ്രന്റെ എല്ലാം എനിക്ക് സ്വന്തം. അതുകൊണ്ട് ഇനി ഇന്ദ്രാണി, ഇന്ദ്രന്റെ പത്നി ഇന്ദ്രാണി, അവൾക്ക് പുലോമജ എന്നും പേരുണ്ട്, അവൾ എന്റെ പത്നിയായി വരണം. ഇത് കേട്ട് ഇന്ദ്രന്റെ പത്നി ഭയന്നുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പരാശക്തിയെ പ്രാർത്ഥിക്കുകയും അമ്മ അവൾക്കൊരു വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അമ്മ കൊടുത്ത ഭഗവതി കൊടുത്ത ആ ധൈര്യത്തിൽ അവൾ നഹുഷന്റെ എല്ലാ ഉപാധികൾക്കും സമ്മതിക്കുകയും ആദ്യത്തെ പ്രാവശ്യം തന്റെ മുറിയിലേക്ക് വരുമ്പോൾ സപ്തർഷികൾ ചുമന്നു കൊണ്ടുവരുന്ന ഇന്ദ്രൻ ഉപയോഗിക്കുന്ന പല്ലക്കിൽ ഇരുന്നു കൊണ്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സപ്തർഷിമാർ ആ പല്ലക്കിൽ നഹുഷനെ ഇരുത്തി ഇന്ദ്രാണിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അതിൽ ഒരു പല്ലക്കിന്റെ ഒരു ഭാഗം ചുമന്നിരുന്നത് അഗസ്ത്യ മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന് പൊക്കം കുറവായിരുന്നു. അദ്ദേഹത്തിന് വേഗത്തിൽ നടക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഈ വലിയ ഭാരം ചുമന്ന് അദ്ദേഹത്തിന് നടക്കാൻ നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഈ നടത്തത്തിന്റെ വേഗത കുറയുന്നത് കണ്ടും ഈ പല്ലക്ക് ഒരു വശത്തിലേക്ക് ചരിയുന്നത് കണ്ടും നഹൂഷന് വല്ലാതെ ദേഷ്യം വരികയും അവൻ ആ അഗസ്ത്യ മഹർഷിയെ ആഞ്ഞു ചവിട്ടി. അങ്ങനെ പല്ലക്കിൽ നിന്നും അയാൾ അയാളും ആ മഹർഷിയും വീഴുകയും അത് കണ്ട് വല്ലാതെ കോപം വന്ന അഗസ്ത്യ മഹർഷി, ഇത്രയും അഹങ്കാരം നല്ലതല്ല, നീ ഒരു ഘോര സർപ്പമായി വനങ്ങളിൽ ഇഴഞ്ഞു പോകട്ടെ എന്ന് ശപിച്ചു. ആ ക്ഷണം തന്നെ നഹുഷൻ ഒരു സർപ്പമായി മാറുകയും ഇന്ദ്രലോകം വിട്ടു പോവുകയും ചെയ്തു. ഇതാണ് ലളിതാ സഹസ്രനാമത്തിലെ പുലോമജാർച്ചിത എന്ന് പറഞ്ഞ് 545 നാമം പുലോമജാർച്ചിത എന്നൊരു നാമം വരുന്നത് ഈ കഥ സംഭവമാണ്. അങ്ങനെ നഹുഷൻ അവിടെ നിന്ന് പോയി എന്ന് അറിഞ്ഞ് ആ താമരപ്പൂവിൽ നിന്നും ഇന്ദ്രൻ പതുക്കെ പുറത്തു വരികയും ഇങ്ങനെ എപ്പോഴും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല, തനിക്കൊരു പരിഹാരം തരണമെന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവ് തന്റെ താൻ അനേകം ബ്രഹ്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ഗുരുനിന്ദ ചെയ്തിട്ടുണ്ടെന്നും അതാണ് ശക്തിയും തേജസ്സും ആയുധങ്ങൾക്കെല്ലാം ശക്തി കുറഞ്ഞു പോയതെന്നും അതിനൊരു പരിഹാരമായി ഒരു വൃദ്ധ ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ട്. അനേകം വർഷങ്ങളായി അദ്ദേഹം ഘോര തപസ് അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അസ്ഥികൾക്കെല്ലാം നല്ല ശക്തിയുള്ള ആയുധങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ അസ്ഥികൾ കൊണ്ട് നല്ല വീര്യമുള്ള അസ്ത്രശസ്ത്രങ്ങൾ ഉണ്ടാക്കാം, ആയുധം ഉണ്ടാക്കാം. അദ്ദേഹത്തിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ദ്രൻ ആ മഹാതപസ്വിയെ കാണുവാൻ പോയി. ആ മഹാതപസ്വിയോട് ഇന്ദ്രൻ ആവശ്യപ്പെടാൻ പോകുന്നത് സമ്പത്തോ ഇത്രയും കാലം അദ്ദേഹം ചെയ്ത തപസ്സിന്റെ പുണ്യഫലമോ അദ്ദേഹത്തിന്റെ തപോബലമോ അല്ല, മറിച്ച് ഒരു ഋഷി ശ്രേഷ്ഠന്റെ തന്നെ ജീവനാണ്. അങ്ങനെ കുറച്ചു മടിച്ച് കുറച്ചു ഭയന്ന് അവൻ ആ മഹർഷിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിക്കുകയും, ഈ സ്ഥൂല ശരീരം കൊണ്ട് താൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് കൊണ്ട് ദേവന്മാർക്കൊരു സുരക്ഷയും ബ്രഹ്മാണ്ടത്തിന് ഒരു മംഗളവും വരുന്നെങ്കിൽ തന്റെ ഈ ജീവൻ ത്യജിക്കാൻ താൻ തയ്യാറാണെന്ന് പറയുകയും തന്റെ തപോബലം കൊണ്ട് അദ്ദേഹം മനസ്സും ഇന്ദ്രിയവും ഏകാഗ്രമാക്കി ജീവസമാധിയാവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്നുമാണ് ഈ ഇന്ദ്രന്റെ നമ്മൾക്ക് സുപരിചിതമായ വജ്രായുധം സൃഷ്ടിച്ചത്. ഈ തന്റെ ജീവൻ തന്നെ ത്യജിച്ച ഈ മഹർഷിയുടെ പേരാണ് ദധിച്ചി മഹർഷി. അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്നാണ് ഇന്ദ്രൻ ഈ വജ്രായുധം ലഭിച്ചത്. അങ്ങനെ ഈ വജ്രായുധം കൊണ്ടവൻ വൃതാസുരനെ നേരിട്ട് അവനെ തോൽപ്പിച്ച് അവൻ ആ യുദ്ധം ജയിക്കുകയും ചെയ്തു. പക്ഷെ എന്തു ചെയ്തിരുന്നാലും അവന്റെ തേജസ്സോ ഐശ്വര്യമോ പൂർവസ്ഥിതിയിൽ എത്തിയില്ല. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ട്, അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തിൽ പോയി അവിടെയുള്ള പുണ്യ നദികളിൽ സ്നാനം നടത്തി നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക, മഹേശ്വരനെ സ്മരിക്കുക, ഇതിന് തീർച്ചയായിട്ടും ഒരു പോംവഴി നിനക്ക് കിട്ടും. ബ്രഹ്മാവിന്റെ വാക്കുകൾ മാനിച്ച് അവൻ ഇന്ദ്രലോകത്തിൽ നിന്നും പുറപ്പെടുകയും നിരവധി പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം നടത്തിയെങ്കിലും തന്റെ പാപഭാരം കുറഞ്ഞതായി അവന് തോന്നിയില്ല. അങ്ങനെ യാത്ര ചെയ്ത് അനേകം വർഷങ്ങൾ യാത്ര ചെയ്തവൻ ഒരു ദിവസം കദംബ വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വനത്തിലെത്തി. ആ കദംബ വനത്തിൽ അവൻ എത്തുകയും അവിടെ എത്തിയ ക്ഷണം തന്നെ തനിക്ക് എന്തോ മനസ്സിനൊരു ആശ്വാസം കിട്ടിയ പോലെ അവന് തോന്നി. കുറച്ചകലെയായി അവൻ ഒരു ശിവലിംഗം കണ്ടു. എന്നാൽ ശിവപൂജ നടത്താൻ പൂക്കൾ വേണമല്ലോ. അങ്ങനെ ആ വനപ്രദേശത്ത് അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു തെളിനീർ കുളം നിറയെ നിരവധി താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അങ്ങനെ ആ താമരപ്പൂക്കൾ പൊട്ടിച്ചൊരു മാല കെട്ടി അവൻ ശിവലിംഗത്തിൽ ചാർത്തുകയും അവിടെ ശിവപൂജ നടത്തുകയും കുറച്ചുകാലം അവിടെ കഴിഞ്ഞപ്പോൾ അവന്റെ തേജസ്സും അവന്റെ മനസ്സിന്റെ ഭാരമെല്ലാം പോവുകയും ഒരു അശരീരി വഴി അവന്റെ ബ്രഹ്മഹത്യാ പാപം നീങ്ങി എന്ന് അവന് മനസ്സിലാവുകയും അവൻ പൂർവാധികം തേജസ്സോടെ ശക്തിയോടെ ഐശ്വര്യത്തോടെ ഇന്ദ്രലോകത്ത് തന്നെ തിരിച്ചെത്തി. അങ്ങനെ ഇന്ദ്രൻ താമരപ്പൂക്കൾ ഇരുത്ത് ആ ശിവലിംഗത്തിൽ സമർപ്പിച്ച ആ ക്ഷേത്രത്തിനൊരു നാമം ലഭിച്ചു, പൊൻ താമരക്കുളം. അങ്ങനെ അവിടെ വേറൊരു സംഭവവും ഉണ്ടായി.
ഈ പ്രദേശം അറിഞ്ഞിരുന്നത് നിറയെ കദംബ വനങ്ങളാൽ നിറഞ്ഞിരുന്നത് കൊണ്ട് ഈ സ്ഥലം അറിഞ്ഞിരുന്നത് കദംബ വനം എന്നായിരുന്നു. ലളിതാ സഹസ്രനാമത്തിലും വേറെ ചില പുരാണങ്ങളിലുമെല്ലാം 5 ശ്രേഷ്ഠമായ വൃക്ഷങ്ങളാണ് സ്വർഗത്തിൽ ഉള്ളതെന്ന് പറയുന്നു. പാരിജാതം, മന്ദാരം, ചന്ദനം, ഹരിചന്ദനം, കദംബം എന്നിവയാണവ. ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ഈ കദംബ വൃക്ഷത്തെ പറ്റി 3-4 തവണ പല നാമങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. 21-ാം നാമം പറയുന്നത് അമ്മ ഭഗവതി പരഭട്ടാരിക അമ്മയുടെ ചെവി ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത് കദംബ പുഷ്പങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് 21-ാം നാമം കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര എന്ന് വന്നിരിക്കുന്നത്. അമ്മയുടെ കർണാഭരണമായി അമ്മ അണിഞ്ഞിരിക്കുന്നത് കദംബ പുഷ്പങ്ങളെയാണ്. 60-ാമത്തെ നാമത്തിൽ വരുന്നത് അമ്മ കദംബ വനത്തിൽ വസിക്കുന്നവൾ ആണെന്നാണ്. ഇതിൽ നമുക്ക് ഒന്നുകൂടി പോയി പറഞ്ഞാൽ ഇവിടെ അമ്മയുടെ പല വാസസ്ഥലങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ശ്രീമൻ നഗര നായിക, ചിന്താമണി ഗൃഹാന്തസ്ഥ, പഞ്ചബ്രഹ്മ സനസ്ഥിത എന്നെല്ലാം പറയുന്നുണ്ട്. അതിൽ ഈ കദംബ വനത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് അമ്മയുടെ ചിന്താമണി ഗൃഹത്തിനു ചുറ്റും ഈ കദംബ വൃക്ഷങ്ങൾ ഉണ്ടെന്നും ഈ ചിന്താമണി ഈ വൃക്ഷങ്ങൾ നിബിഡമായി ശ്രീപുരത്ത് കാണുന്നത് 7-ാമത്തെയും 8-ാമത്തെയും കോട്ടയ്ക്ക് അടുത്താണെന്നുമാണ്. ശ്രീവിദ്യാഭാഗത്തിലോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അതേപോലെ തന്നെ ഭഗവതി കദംബ കുസുമപ്രിയയാണെന്നും 323-ാമത്തെ നാമം പരാമർശിക്കുന്നു. അതുകൊണ്ട് ഈ നാമങ്ങൾക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭഗവതിക്കും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം തന്നെ ഉണ്ട്. 3-4 തവണയാണ് ഈ കദംബം എന്ന വാക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കദംബ വനത്തിൽ ഒരു വ്യാപാരി, ധനഞ്ജയൻ എന്നൊരു വ്യാപാരി രാത്രി വേളയിൽ എത്തിച്ചേരുകയും അവന്റെ ക്ഷീണം കാരണം ഇനി യാത്ര ചെയ്യാൻ വയ്യ എന്നൊരു ഘട്ടം എത്തിയപ്പോൾ ആ വനത്തിൽ തന്നെ ആ രാത്രി കഴിച്ചു കൂട്ടുവാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയുടെ അവസാന യാമം എത്തി പുലർച്ചെ തുടങ്ങിയ സമയത്ത് അവൻ ഒരു ശബ്ദവും കുറച്ച് വെളിച്ചവും കണ്ടു. എന്താണെന്നറിയാൻ അവൻ ആ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് പോയപ്പോൾ അഭൗമമായ ഒരു കാഴ്ചയാണ് അവൻ കണ്ടത്. ഇന്ദ്രൻ പൂജിച്ചിരുന്ന അതേ ശിവലിംഗത്തിൽ അനേകം ദേവന്മാർ വന്ന് നിരവധി അഭിഷേകങ്ങൾ ചെയ്ത് പുഷ്പഹാരങ്ങൾ അണിയിച്ച് ഒരു ശിവരാത്രിയുടെ അന്ന് ശിവലിംഗത്തിന് എന്തൊക്കെ പൂജകൾ നടക്കുമോ, എന്തൊക്കെ അഭിഷേകങ്ങൾ നടക്കുമോ അതെല്ലാം ദേവന്മാർ തന്നെ വന്ന് ആ കദംബ വനത്തിലുള്ള ശിവലിംഗത്തിന് നടത്തുന്നു. അങ്ങനെ അവനും ഉടൻ തന്നെ അടുത്തുള്ള കുളത്തിൽ പോയി കുളിച്ചു വന്ന് ആ പൂജയിൽ പങ്കെടുക്കുകയും ശിവ അനുഗ്രഹത്തിന് പാത്രമാവുകയും ആ സമയം ആ രാജ്യം ഭരിച്ചിരുന്നത് കുലശേഖര പാണ്ഡ്യൻ എന്ന നീതിമാനും ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ ഒരു രാജാവായിരുന്നു. രാത്രി താൻ കണ്ട കാഴ്ചകളെല്ലാം അദ്ദേഹം ആ ധനഞ്ജയൻ എന്ന വ്യാപാരി കുലശേഖര പാണ്ഡ്യനോട് പറഞ്ഞപ്പോൾ താൻ ഇത് പരിഗണിക്കാമെന്നും തന്റെ ഗുരുക്കന്മാരോട് ചോദിക്കാമെന്നും ഈ വ്യാപാരിക്ക് അദ്ദേഹം വാക്കുകൊടുത്തു. അങ്ങനെ കുലശേഖര പാണ്ഡ്യൻ എന്ന ആ മന്നൻ അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു സന്യാസിയുടെ വേഷത്തിൽ ശിവൻ വന്ന് ഈ വ്യാപാരി പറഞ്ഞ സ്ഥലത്ത് തനിക്ക് ഒരു ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം കുലഗുരുക്കന്മാരുമായി പണ്ഡിതന്മാരുമായി താൻ കണ്ട സ്വപ്നത്തിനും ധനഞ്ജയൻ എന്ന വ്യാപാരി പറഞ്ഞ കാര്യത്തിനും സാമ്യതയുണ്ടെന്ന് മനസ്സിലാവുകയും അവിടെ ശിവസാന്നിധ്യം നന്നായി തന്നെ ഉണ്ടെന്നും അവിടെ ഒരു ശിവക്ഷേത്രം പണിയാൻ ശിവൻ തന്നെ സന്യാസി രൂപത്തിൽ വന്ന് തനിക്ക് കൽപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവർ വലിയ സന്നാഹത്തോടെ കുലഗുരുക്കന്മാരോടൊത്ത് കദംബ വനത്തിലെത്തി കാടുകൾ വെട്ടിത്തെളിക്കുവാൻ തുടങ്ങി. ക്ഷേത്രം എങ്ങനെ പണിയണം, ക്ഷേത്ര രാജ്യം എങ്ങനെ പണിയണം, ഗോപുരങ്ങൾ എങ്ങനെ പണിയണം, രാജവീഥികൾ എങ്ങനെ പണിയണം, ക്ഷേത്രം തന്നെ എങ്ങനെ പണിയണം എന്നൊരു രൂപം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ പറയുന്ന രീതിയിൽ ക്ഷേത്രം പണിയൂ എന്നൊരു അശരീരി കേട്ടത്. അങ്ങനെ ശിവൻ തന്നെ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയും ശിവന്റെ കൽപ്പന മാനിച്ച് അദ്ദേഹം ക്ഷേത്രങ്ങളും രാജവീഥികളും ഗോപുരങ്ങളും സത്രങ്ങളും എല്ലാം വളരെ ഭംഗിയായി തന്നെ പണിയുകയും ക്ഷേത്രത്തിന് കുറച്ച് അടുത്ത് തന്നെ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു കൊട്ടാരവും പണിതു. അങ്ങനെ അവിടെ ഇനി ഈ പ്രതിഷ്ഠയുടെ ഭാഗമായി ഇതെല്ലാം പണിതു കഴിഞ്ഞു.
ഇനി ആ ഭാഗം മുഴുവനും പ്രതിഷ്ഠയുടെ മുന്നേ ശുദ്ധീകരിക്കണ്ടേ? ഇത്രയും വലിയൊരു സ്ഥലം ശുദ്ധീകരിക്കാൻ ഇത്രയധികം പുണ്യജലം എവിടെ നിന്ന് കൊണ്ടുവരും എന്നാലോചിച്ചിരിക്കുമ്പോൾ ശിവൻ തന്നെ അദ്ദേഹത്തിന്റെ തിരുജടയിലുള്ള ഗംഗയെ ആ പരിസരത്ത് കദംബ വനത്തിൽ വർഷിക്കുകയും ഗംഗയുടെ ആ എപ്പോഴും ശീതളമയമായ ഗംഗയുടെ ജലത്തിന് സ്വാഭാവികമായ ഒരു മധുരമുണ്ടായിരുന്നെന്നും അങ്ങനെ ഗംഗയുടെ ആ മധുരമായ വെള്ളം ആ പ്രദേശത്ത് വർഷിച്ചത് മൂലം കദംബ വനത്തിന് പുതിയ ഒരു പേരു കിട്ടി. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന മധുരൈ. അവിടെ ഈ ഗംഗയുടെ ജലം മധുരമായ ജലം വീണത് കൊണ്ടാണ് മധുരൈ എന്ന പേര് ആ സ്ഥലത്തിന് ലഭിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ പുത്രനാണ് മലയധ്വജൻ. ആ മലയധ്വജനും അച്ഛനെ പോലെ തന്നെ നീതിമാനും ധർമ്മിഷ്ഠനും സത്യവാനും ശിവഭക്തനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയായ കാഞ്ചനമാലയ്ക്കും സന്തതികൾ ഉണ്ടായിരുന്നില്ല. ഒരു സൽസന്താനത്തിനു വേണ്ടി അദ്ദേഹം 99 അശ്വമേധം വരെ നടത്തി. ഇനി ഒരു അശ്വമേധം കൂടി നടത്തി കഴിഞ്ഞാൽ 100 അശ്വമേധങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഒരാൾ ഇന്ദ്രന് തുല്യമാവും അത്രേ. അങ്ങനെ ഇത് കണ്ട് തന്റെ സിംഹാസനം, തന്റെ ദേവലോകം, തന്റെ ദേവസിംഹാസനം നഷ്ടപ്പെടുമോ എന്ന് ഇന്ദ്രൻ ഭയക്കുകയും അങ്ങനെ ഈ രാജാവിനെ ഒരു അശ്വമേധം കൂടി നടത്തുന്നതിൽ നിന്നും വളരെ വിദഗ്ധമായി അവൻ തടഞ്ഞു. ഒരു ഒരു സൽസന്താനത്തിനെ അല്ലേ മന്ന അങ്ങ് ആഗ്രഹിക്കുന്നത്? അതിനെന്തിനാണ് അങ്ങ് ഇത്രയധികം ബുദ്ധിമുട്ടി ഓരോ പ്രാവശ്യവും അശ്വമേധ യാഗം നടത്തുന്നത്? ഇവിടത്തെ ശിവസന്നിധിയിൽ വേണ്ട രീതിയിൽ ഒരു യാഗം നടത്തൂ. തീർച്ചയായിട്ടും ആ ശിവന്റെ അനുഗ്രഹത്തിൽ അങ്ങേക്ക് ഒരു സൽസന്തതിയെ തന്നെ ലഭിക്കുമെന്ന് ഇന്ദ്രൻ പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രന്റെ വാക്കുകൾ മാനിച്ച് മലയധ്വജ രാജാവും ആ കാഞ്ചനമാല എന്ന രാജ്ഞിയും ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുകയും ആ യാഗം തീരാറായപ്പോൾ ഒരു അത്ഭുതം എന്നോണം യാഗാഗ്നിയിൽ നിന്നും അതീവ സുന്ദരിയായി പട്ടുവസ്ത്രങ്ങളും വിവിധ തരം ആഭരണങ്ങളും ധരിച്ച് അഭൗമമായ സൗന്ദര്യത്തിന് ഉടമയായി 3 വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരിയായി മീനുകളുടെ ആകൃതിയിൽ കണ്ണുള്ള ഒരു പെൺകുട്ടി യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്നു. അങ്ങനെ രാജാവ് ആ പെൺകുട്ടിയെ എടുക്കുകയും രാജ്ഞിയെ ഏൽപ്പിക്കുകയും ചെയ്തു. മീനുകളുടെ ആകൃതിയിൽ കണ്ണുള്ള അഭൗമമായ സൗന്ദര്യത്തിനുടമയായ ആ അവരുടെ മകൾക്കവർ മീനാക്ഷി എന്ന പേരു വെച്ചു. അങ്ങനെ ഒരു അശരീരിയും കേട്ടു. മാത്രമല്ല ആ മകളെ വാരി പുണർന്നപ്പോഴാണ് ഒരു കാര്യം രാജ്ഞിക്ക് മനസ്സിലായത്. ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞിന് ഇപ്പോൾ തന്നെ 2 3 സ്തനങ്ങളുണ്ട്. രാജ്ഞി വല്ലാതെ ഭയന്നു പോയി. ഇത് രാജാവോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും വല്ലാതെ ഭയന്നു പോയി. ഇത്ര യാഗം ചെയ്തു, എല്ലാം ചെയ്തു, ഒരു മകളെ കിട്ടിയെന്ന് സന്തോഷിച്ചപ്പോൾ ഇങ്ങനെ അവൾക്കൊരു ഇതുണ്ടല്ലോ, എന്താണ് ചെയ്യുക എന്ന് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ ക്ഷണം തന്നെ അവിടെ ഒരു അശരീരി ഉണ്ടാവുകയും നിന്റെ ഈ പുത്രി സാധാരണ മകളല്ലെന്നും അവളെ ഒരു പുത്രനെ പോലെ വളർത്തണമെന്നും എപ്പോഴാണോ അവൾ തനിക്ക് അനുയോജ്യനായ തന്റെ വരനെ കണ്ടെത്തുന്നത് ആ ക്ഷണം അവളുടെ അധികമുള്ള സ്തനം മറഞ്ഞു പോകുമെന്ന് ആ അശരീരി പറഞ്ഞു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ധൈര്യത്തോടെ ആ രാജദമ്പതികൾ ആ പുത്രിയെ ആ അശരീരിയുടെ വാക്കുകൾ മാനിച്ച് ഒരു പുത്രനെ പോലെ വളർത്തുവാൻ തുടങ്ങി. അവൾക്ക് വേണ്ട ഒരു രാജാവിന് രാജ്യം ഭരിക്കാൻ വേണ്ട സകല വിദ്യയും അവൾക്ക് അഭ്യസിപ്പിച്ചു. രാജവിദ്യ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ആയുധ പരിശീലനം, യുദ്ധവിദ്യ, യുദ്ധതന്ത്രങ്ങൾ എല്ലാം തന്നെ അവളെ പഠിപ്പിക്കുകയും നാളെ രാജ്യം ഭരിക്കുവാൻ അവളെ പ്രാപ്തയാക്കുകയും ചെയ്തു. അങ്ങനെ ഇവൾക്ക് ഒരു പേരും കൂടി ലഭിച്ചു. അതാണ് തടാതകൈ, ആരാലും ജയിക്കാൻ പറ്റാത്തവൾ. അങ്ങനെ അവൾ ഒരു പ്രായം എത്തിയപ്പോൾ ആ രാജ്യത്തിന്റെ യുവ രാജകുമാരിയായി അവളെ അഭിഷേകം ചെയ്യുകയും അതിനുശേഷം കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മലയധ്വജ രാജാവ് മരിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ വിദഗ്ധമായി തന്നെ മീനാക്ഷി തടാതകൈയായി വളരെ ഗംഭീരമായി തന്നെ
മധുരൈ രാജ്യം ഭരിച്ചു വന്നു. അങ്ങനെ കാലം പോയ സമയത്ത് അവളുടെ മാതാവായ കാഞ്ചനമാല പറഞ്ഞു, നിനക്ക് വിവാഹപ്രായം അടുക്കുന്നു, നല്ല അനുയോജ്യനായ ഒരു വരനെ നോക്കണ്ടേ? ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇത് കേട്ടൊരു ചെറു പുഞ്ചിരിയോടെ മീനാക്ഷി പറഞ്ഞു, ഞാൻ ബ്രഹ്മാണ്ടം മുഴുവനും എന്റെ കാൽ ചുവട്ടിലാക്കും. ഞാൻ വലിയൊരു സൈന്യ സന്നാഹവുമായി ഈ ബ്രഹ്മാണ്ടം മുഴുവനും എന്റെ കാൽ ചുവട്ടിലാക്കാനുള്ള യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അവളുടെ മന്ത്രിയുടെ പേര് സുമതി എന്നായിരുന്നു. അതിവിദഗ്ധയായിരുന്നു സുമതിയും. അവളുടെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യ സന്നാഹം തന്നെ അവിടെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ ഇന്ദ്രനെ പോലും തോൽപ്പിച്ച് മീനാക്ഷി ദേവേന്ദ്രന്റെയും സകല ബ്രഹ്മാണ്ടത്തിലെ ദേവേന്ദ്രൻ ഉൾപ്പെടെ സകല ലോകങ്ങളിലും അവളുടെ അധീനതയിലാക്കി. പിന്നീട് അവൾ വിചാരിച്ചു, ഇനി എനിക്ക് ഒരു രാജ്യം കൂടി നേടണം, കൈലാസം. അങ്ങനെ തന്റെ യുദ്ധ സന്നാഹവുമായി മന്ത്രിയുമായി അവൾ കൈലാസത്തിലേക്ക് യാത്രയായി. അവളുടെ ഈ വരവ് ദേവർഷിയായ നാരദൻ കാണുകയും അവളെ തടയുകയും ചെയ്തു. എന്നാൽ തടാതെ കൈയായ മീനാക്ഷിയെ ആ ദേവർഷിക്ക് പോലും തടയാനായില്ല. വലിയൊരു യുദ്ധ സന്നാഹവുമായി വൻ സൈന്യവുമായി ഒരു സ്ത്രീ കൈലാസം ആക്രമിക്കാൻ വരുന്നുണ്ട് പ്രഭോ, നമ്മൾ എന്തു ചെയ്യും എന്ന് അങ്ങേയറ്റം ഭീതിയോടെ അദ്ദേഹം ശിവനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിവൻ അവിടെ നിന്നും എഴുന്നേറ്റു പോലുമില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ വളരെയധികം സന്തോഷത്തോടെ അവൾ വരട്ടെ നാരദ, നാം നോക്കിക്കൊള്ളാം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ മീനാക്ഷി കൈലാസത്തിൽ ശിവനെ കാണുകയും ശിവന്റെ ദൃഷ്ടി അവളുടെ മുകളിൽ പതിഞ്ഞ ആ മാത്രയിൽ തന്നെ അവളുടെ അധികമുള്ള മൂന്നാമത്തെ സ്ഥലം കാണാതെയാവുകയും ചെയ്തു. അപ്പോഴാണ് അവൾ ഓർത്തത്, തന്റെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു അശരീരിയുടെ കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ശിവനാണോ തന്റെ ഭാവി വരൻ? അങ്ങനെ ഒരു യുദ്ധ ഇതുമായി വന്ന ആ മീനാക്ഷിയുടെ മുഖത്ത് ലജ്ജ വരികയും അങ്ങനെ അവൾ തന്റെ ആയുധങ്ങളെല്ലാം താഴെയിടുകയും ശിവനെ നോക്കി വളരെ ലജ്ജയോടെ കൈകൂപ്പി പുഞ്ചിരിക്കുകയും ചെയ്തു. ഇത് കണ്ട് ശിവൻ ഒരു ചെറു പുഞ്ചിരിയോടെ ഈ മീനാക്ഷിയുടെ അടുക്കൽ എത്തി, നാം നിന്നെ വിവാഹം കഴിക്കാൻ മധുരയിലേക്ക് തന്നെ വരാം. തിങ്കളാഴ്ച നമ്മളുടെ വിവാഹം നടത്തൂ. അതിനു വേണ്ട വിപുലമായ ഏർപ്പാടുകളെല്ലാം ചെയ്യൂ മീനാക്ഷി എന്ന് പറഞ്ഞ് ആ സൈന്യത്തെയും അവളെയും വളരെയധികം സന്തോഷത്തോടെ യാത്രയാക്കി. അങ്ങനെ ഈ കാര്യം കാഞ്ചനമാല അറിയുകയും മധുരൈ ദേശം തന്നെ അതിമനോഹരമായി ഒരു വിവാഹ മാമാങ്കത്തിനായി ഒരുങ്ങി. ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ദേവന്മാരും ദേവപത്നിമാരും മഹേശ്വരനും വിഷ്ണുവും ബ്രഹ്മാവും എല്ലാവരും മധുര നഗരത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെ മഹാവിഷ്ണു മീനാക്ഷിയുടെ കയ്യ് അദ്ദേഹത്തിന് ശിവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അതിമനോഹരമായ ഒരു സ്വരൂപത്തിലാണ് ശിവൻ അവിടെ വന്നത്. അങ്ങനെ ശിവൻ അവിടെ എത്തിയ ആ ഒരു രൂപത്തിന് സുന്ദരേശ്വരൻ എന്നാണ് പറയുക. അങ്ങനെ നമ്മുടെ മേടമാസത്തിലാണ് ഈ വിവാഹം നടന്നത്. മധുരയിൽ അതിനെ ചിത്തിരൈ തിരുവിഴ എന്നും സുന്ദരേശ്വര മീനാക്ഷി സുന്ദരേശ്വര തിരുക്കല്യാണം എന്നുമാണ് പറയാറ്. അങ്ങനെ അദ്ദേഹം ആ മീനാക്ഷിയുടെ ഒരു സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട്, അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളുടെ കൈ സുന്ദരേശ്വരനെ ഏൽപ്പിക്കുകയും ആ വിവാഹം അതിമനോഹരമായി നടത്തി കൊടുക്കുകയും ചെയ്തു. വിവാഹാനന്തരം വന്ന അതിഥികളെല്ലാം പൊർക്കുളത്തിൽ കുളിക്കുകയും അവരെല്ലാം ഒരു അപേക്ഷ ശിവനോട് പറഞ്ഞു, ഇന്ന് അങ്ങയുടെ വിവാഹ ദിവസമല്ലേ, അങ്ങയുടെ താണ്ഡവ നൃത്തം കാണാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. അങ്ങ് ഞങ്ങൾക്കായി അങ്ങയുടെ ദിവ്യ നൃത്തം ഒന്ന് കാണിക്കുമോ? അദ്ദേഹം പറഞ്ഞു, മുകളിലുള്ള 7 ലോകവും താഴെയുള്ള 7 ലോകവും വസിക്കുന്നത് എന്നിലാണ്. ഇന്ന് എന്റെ വിവാഹമാണ്. ആ രൂപം ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വല്ലാതെ എന്റെ ആ നൃത്തം കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ നൃത്തം ഇവിടെ കാണിക്കാം. അങ്ങനെ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ അദ്ദേഹം കനകസഭയിൽ നൃത്തം ചെയ്യുമ്പോൾ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ ഈ സുന്ദരേശ്വരൻ നൃത്തം ചെയ്തത് രജത സഭയിലാണ്, വെള്ളി സഭയിലാണ്.
അങ്ങനെ അവിടെ കൂടിയവർക്കെല്ലാം ആ മധുരൈ ദേശത്തിന് തന്നെ ശിവന്റെ ആനന്ദ താണ്ഡവ നൃത്തത്തിന് സാക്ഷിയായി. അങ്ങനെ അദ്ദേഹം മീനാക്ഷി സകല സൈന്യ സന്നാഹവുമായി കൈലാസത്ത് വന്ന സമയത്ത് തന്നെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. വിവാഹ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. എന്റെ കൂടെ ഒരുപാട് ഭൂതഗണങ്ങൾ വരും. അവരെല്ലാവരും വിശപ്പും ദാഹവും കുറച്ചധികമുള്ളവരാണ്. അതുകൊണ്ട് വിവാഹ സദ്യ വളരെ ഗംഭീരമായിരിക്കണം. കുറെ അധികം തന്നെ ഭക്ഷ്യവസ്തുക്കൾ കരുതിക്കോളൂ മീനാക്ഷി. അങ്ങനെ ശിവന്റെ കൽപ്പന മാനിച്ച് വളരെ വിപുലമായ ഒരു സദ്യ തന്നെ മീനാക്ഷി ഇവർക്കായി കരുതിയിരുന്നു. അങ്ങനെ വിവാഹ സദ്യ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഭഗവതി ശിവനോട് വന്ന് ഒരു കാര്യം പറഞ്ഞു. അങ്ങല്ലേ എന്നോട് പറഞ്ഞത് വിപുലമായ സദ്യ ആയിരിക്കണം, അങ്ങയുടെ കൂടെ വരുന്നവർക്ക് വിശപ്പും ദാഹവും കുറച്ചധികം തന്നെയാണെന്ന്. ഞാൻ എന്തുമാത്രം ഭക്ഷണം കരുതിയെന്നോ അതിൽ 1000ന്റെ ഒരു അംശം പോലും തീർന്നിട്ടില്ല. സംഹരിക്കുന്നത് അങ്ങയ്ക്ക് വളരെ ഇഷ്ടമാണല്ലോ. ഈ ഭക്ഷ്യവസ്തുക്കളെയും സംഹരിച്ച് അങ്ങയുടെ ഈ അടുത്ത കലാപരിപാടി അതാണോ എന്ന് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മീനാക്ഷി ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഒരു പുഞ്ചിരിച്ചുകൊണ്ട്, ഇപ്പോഴും ശിവഗണങ്ങളിൽ ചിലവർ ഭക്ഷിച്ചിട്ടില്ല മീനാക്ഷി, തിരക്ക് പിടിക്കല്ലേ എന്ന് പറഞ്ഞ് ശിവഗണത്തിൽ ഒരാളായ ഗുണ്ടോദരൻ എന്ന് ഒരു ശിവഗണത്തെ വിളിക്കുകയും മൃഷ്ടാന്നം നീ ഭക്ഷണം കഴിച്ചോളൂ ഗുണ്ടോദര എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഗുണ്ടോദരൻ എനിക്ക് വാഴ ഇലയിലോ തളികയിലോ വിളമ്പണ്ട, ഭൂമിയിൽ ഒരു കുഴി കുത്തി അതിൽ വിളമ്പി തന്നാൽ മതി എന്ന് പറയുകയും ആ വലിയൊരു കുഴി എടുത്ത് അതിൽ ഭക്ഷണം വിളമ്പുകയും ക്ഷണനേരം കൊണ്ട് 1000ൽ ഒരു അംശം പോലും ഭക്ഷണം തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ ആ ഭക്ഷണമെല്ലാം ഞൊടിയിടയിൽ തീരുകയും, അങ്ങനെ വിശപ്പ് പോയിട്ടില്ല, ഞാൻ ഭവതിയുടെ അതിഥിയാണ്, എനിക്ക് വയറു നിറയെ ഭക്ഷണം തരേണ്ടത് അവിടത്തെ കടമയാണ്, എനിക്ക് അവിടെ പാചകം ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ മറ്റു പദാർത്ഥങ്ങളും കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാചകം ചെയ്ത ഭക്ഷണങ്ങളും പാചകത്തിനായി വാങ്ങി വെച്ചിരുന്ന പലചരക്ക് മുഴുവൻ ഭക്ഷിക്കുകയും അവന്റെ വയറ് വല്ലാതെ വീർത്ത് പൊട്ടുമെന്നൊരു അവസ്ഥയായി. ഇനി അവിടെ മധുര നഗരത്തിൽ തന്നെ അരിയോ പരിപ്പോ ബാക്കി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതും ശിവന്റെ ഒരു ലീലയാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി. അതിഥിയോട് ഭക്ഷണമില്ലെന്ന് എങ്ങനെ പറയും? മീനാക്ഷി ധർമ്മ സങ്കടത്തിലാവുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് ശിവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ശിവന്റെ ദൃഷ്ടി ഗുണ്ടോദരന്റെ മുകളിൽ വീണപ്പോൾ അവൻ നല്ല വലുതായിട്ട് ഒരു ഏമ്പക്കം വിടുകയും, എന്റെ വയറ് വല്ലാതെ നിറഞ്ഞുപോയി പ്രഭോ എന്ന് പറയുകയും, എന്നാൽ അത് അടുത്തൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി. ഇത്രയും ഭക്ഷണം കഴിച്ചത് കൊണ്ട് എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഈ സദ്യയുടെയും മധുരാപുരിയിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ തീരുകയും അങ്ങനെ ഭൂമിയിൽ 4 കുഴി കുത്തി അതിൽ നിന്നും ഭക്ഷണം മീനാക്ഷി അവളുടെ ദിവ്യശക്തിയിൽ നിന്ന് വരുത്തി കൊടുക്കുകയും ചെയ്തത്രേ. അതും ഭക്ഷിച്ചു പോലും അവന്റെ വിശപ്പ് തീർന്നിട്ടുണ്ടായില്ലത്രേ. അങ്ങനെ ഈ വിശപ്പ് മാറിയ വേളയിൽ അവന് വല്ലാതെ ദാഹം വരികയും, ഈ ദാഹം വന്നപ്പോൾ ആ മധുരാപുരിയിലെ സകല ജലസ്രോതസ്സുകൾ ഇവൻ കുടിച്ചു വറ്റിക്കുകയും മധുര നഗരം തന്നെ വല്ലാതെ ഒരു വരൾച്ചയിലേക്ക് പോകുമോ എന്ന് മീനാക്ഷി പേടിച്ചു. അങ്ങനെ മീനാക്ഷിയുടെ ഭീതി കണ്ട് സുന്ദരേശ്വരൻ ഒന്ന് പുഞ്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ ജടയിലുള്ള ഗംഗയെ അവിടെ പ്രവാഹമായി ഒഴുകുവാൻ പറഞ്ഞു. എന്നാൽ ഗംഗ ഒരു കാര്യം പറഞ്ഞു, അങ്ങ് ഈ 2ാമത്തെ പ്രാവശ്യമാണ് എന്നോട് ഭൂമിയിൽ ഒഴുകുവാൻ പറയുന്നത്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഭഗീരഥനു വേണ്ടി ഞാൻ ഭൂമിയിൽ ഒഴുകി, അവന്റെ പിതൃക്കൾക്ക് ഞാൻ ശാപമോക്ഷം നൽകി. പക്ഷേ എനിക്ക് എന്തു ഗുണം കിട്ടി? ഞാൻ അങ്ങനെ അങ്ങയുടെ ജടയിലാവുകയും ചെയ്തു. ഈ പ്രാവശ്യം ഞാൻ ഒഴുകാം, ഒരു ഉപാധിയുണ്ട്, അതങ്ങ് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ അങ്ങയുടെ തിരുജടയിൽ നിന്നും ഒരു പ്രവാഹമായി വരികയുള്ളൂ. എന്താണെന്ന് ശിവൻ ചോദിച്ചപ്പോൾ, ഇനി ആര് ഗംഗയിൽ മുങ്ങി കുളിച്ചാലും അവരുടെ പാപങ്ങളെല്ലാം നീക്കുന്ന ഒരു ശക്തി തനിക്ക് തരണമെന്നും ആ ഒരു ശിവ അനുഗ്രഹം തനിക്ക് വേണമെന്നും ഗംഗ പറഞ്ഞു. അങ്ങനെ അന്ന് മുതലാണത്രേ ഗംഗാ സ്നാനത്തിന് ഇത്ര പവിത്രത ലഭിച്ചതും, ഗംഗയിൽ സ്നാനം ചെയ്താൽ സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ആ ഒരു വിശ്വാസം വന്നത് ആ നിമിഷം മുതലാണത്രേ.
അങ്ങനെ ശിവ അനുഗ്രഹം നേടിയ ഗംഗ ഉടൻ തന്നെ ഒരു വലിയ പ്രവാഹമായി അദ്ദേഹത്തിന്റെ ജടയിൽ നിന്നും മധുരാപുരിയിൽ പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഗുണ്ടോദരനോടായി പറഞ്ഞു, ഇപ്പോൾ ഗംഗ നിന്റെ അടുക്കൽ ഒഴുകിയെത്തും. ആ പ്രവാഹത്തിൽ നീ നിന്റെ കൈ വെച്ച് വെള്ളം കുടിക്കണം. അദ്ദേഹം ആ ഗുണ്ടോദരൻ എന്ന ശിവഗണത്തിന് കൊടുത്ത നിർദ്ദേശം, ആ പ്രവാഹം വരുമ്പോൾ വൈ കൈ എന്നിട്ട് വെള്ളം കുടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പൈപ്പിൽ ഇങ്ങനെ വെള്ളം കുടിക്കാറില്ലേ, അതുപോലെ ആ പ്രവാഹത്തിൽ നിന്റെ കൈ വെച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതിന് ചുരുക്കമായി വൈ കൈ എന്ന് പറഞ്ഞു. അതങ്ങനെയാണ് മധുരയിൽ ഓടുന്ന മധുരയിൽ ഒഴുകുന്ന ആ നദിക്ക് വൈകൈ എന്ന പേര് വന്നത്. അത് ശരിക്കും അങ്ങനെ ശിവനിർദ്ദേശം മാനിച്ച് ഗുണ്ടോദരൻ അവന്റെ കൈ അവിടെ കൈ വെച്ച് വെള്ളം കുടിച്ച് ആ ക്ഷണം തന്നെ അവന്റെ ദാഹവും വിശപ്പും എല്ലാം മാറുകയും ചെയ്തു. അങ്ങനെ കൈ എന്നൊരു നിർദ്ദേശം കൊടുത്തത് കൊണ്ടാണത്രേ ആ നദിക്ക് വൈഗൈ എന്നൊരു പേര് വന്നതും കൈ കാലക്രമേണ വൈഗൈ ആയി മാറിയതും. അങ്ങനെ കല്യാണത്തിനു ശേഷം അതിഥികളെല്ലാം പോയി അവിടെ നിന്നും. അങ്ങനെ വധുവും വരനും മാത്രമായി. ശിവൻ ദേവദേവനാണല്ലോ, മഹേശ്വരൻ മഹാദേവൻ ഉടൻ തന്നെ കൈലാസത്തിലേക്ക് മടങ്ങിയില്ല. അദ്ദേഹം അവിടെ ഒരു പേര് സ്വീകരിച്ചു, സുന്ദര പാണ്ഡ്യൻ. അങ്ങനെ മീനാക്ഷിയുമായി ആ രാജ്യം അദ്ദേഹം കുറെ നാൾ ഭരിച്ചു. സുന്ദര പാണ്ഡ്യൻ എന്ന പേരിൽ അദ്ദേഹം കുറേയേറെ വർഷം മധുരാപുരി ഭരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിനിടയിൽ അവളുടെ അമ്മ, മീനാക്ഷിയുടെ അമ്മയായ കാഞ്ചനമാലയ്ക്ക് 7 നദികളിലും പോയി കുളിക്കണം, പുണ്യസ്നാനം ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. എന്നാൽ പ്രായാധിക്യം കൊണ്ട് പല ദിക്കിലായി ഒഴുകുന്ന ഈ 7 നദികളിലും പോയി കുളിക്കുവാൻ വയ്യ. ശിവന് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് മീനാക്ഷി ചോദിച്ച ആ സമയത്ത് തീർച്ചയായിട്ടും തനിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് മഹേശ്വരൻ ആ 7 കടലെയും അവിടെ തന്നെ വരുവാൻ പറഞ്ഞു. അങ്ങനെ ആ 7 കടലുകളും അവിടെ വരികയും എന്നാൽ സ്നാനം ചെയ്യാൻ അമ്മ തയ്യാറായിരുന്നില്ല. കാരണം പുണ്യ സ്നാനങ്ങൾ 7 ഇതിൽ ചെയ്യുമ്പോൾ കൈ പിടിക്കുവാൻ പതിയോ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞോ വേണം. ഇത് രണ്ടും തന്നെ അവർക്ക് ഇല്ലല്ലോ. അങ്ങനെ ഇത് എന്താണ് അമ്മ സ്നാനം ചെയ്യാത്തത് എന്ന് പല ആവൃത്തി മീനാക്ഷി ചോദിച്ചപ്പോൾ വളരെയേറെ ദുഃഖത്തോടെ ഈ കാരണം അവർ പറയുകയും അങ്ങനെ മഹാദേവൻ സ്വർഗരാജ്യത്തിൽ നിന്നും ഈ മലയധ്വജ രാജാവിനെ കൊണ്ടുവരികയും അങ്ങനെ മലയധ്വജന്റെ കൈ പിടിച്ച് കാഞ്ചനമാല ഈ 7 നദികളിൽ സ്നാനം ചെയ്യുകയും അനന്തരം ഒരു ദിവ്യരഥത്തിൽ അവരും പതിയും സ്വർഗത്തിലേക്ക് തിരിച്ചു പോയുമെന്നാണ് പറയുന്നത്. മധുരയിൽ ഇന്ന് ആ 7 കടൽ ഉണ്ടോ? ഇല്ല. ആ സംഗമ സ്ഥലം ഉണ്ടോ? ഇല്ല. പക്ഷേ ചരിത്രം പറയുന്നത് മധുരൈ ക്ഷേത്രത്തിനടുത്ത് കാഞ്ചനമാലയുടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ടെന്നും ആ ഇരിക്കുന്ന വീതിക്ക് 7 കടൽക്കരൈ എന്ന തിരുവ് എന്നാണ് പേര് എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ അമ്മയും അച്ഛനും ദിവ്യരഥത്തിൽ കയറി സ്വർഗരാജ്യത്തിൽ പോയി. അങ്ങനെ മീനാക്ഷിയും സുന്ദരപാണ്ഡ്യനും കുറേയേറെ കാലം മധുരാപുരി ഭരിച്ചു. അപ്പോഴാണ് മീനാക്ഷി ഒരു കാര്യം സുന്ദരപാണ്ഡ്യനോട് പറഞ്ഞത്. ഒരു പ്രായം എത്തിയപ്പോൾ എന്റെ അച്ഛൻ ഈ രാജ്യത്തിന്റെ യുവരാജകുമാരിയായി എന്നെ അഭിഷേകം ചെയ്തു. ഒരു പുത്രനെ വളർത്തുന്നത് പോലെയാണ് അദ്ദേഹം ധൈര്യവും സകല വിദ്യകളും അഭ്യസിപ്പിച്ച് ഈ രാജ്യത്തെ ഭരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത്. നല്ല രീതിയിൽ തന്നെ തനിക്ക് ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അങ്ങ് കൈലാസത്തിൽ മടങ്ങിപ്പോകുമ്പോൾ അങ്ങയുടെ സഹധർമ്മിണിയായി ഞാനും വരും. അന്ന് ഈ മധുരാപുരിക്ക് എന്ത് സംഭവിക്കും? നമുക്കും ഒരു അനന്തരാവകാശി വേണ്ടേ? അങ്ങനെ മീനാക്ഷിയുടെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവുകയും അങ്ങനെ അവിടെ സുബ്രഹ്മണ്യൻ മുരുകൻ തന്നെ ഒരു അവതരിച്ചത്രേ, ഉഗ്രപാണ്ഡ്യനായി. അങ്ങനെ ഈ മധുരാപുരിയിലെ സുന്ദര പാണ്ഡ്യൻ എന്ന് പറയുന്ന മഹാദേവന്റെയും മീനാക്ഷിയുടെയും മകനായ സുബ്രഹ്മണ്യന് അവിടെയുള്ള പേര് ഉഗ്രപാണ്ഡ്യൻ എന്നാണ്. ആ മകൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം 3 സമ്മാനങ്ങളാണ് ശിവൻ
തന്റെ പുത്രനായ ഉഗ്രപാണ്ഡ്യന് കൊടുത്തത്. ആദ്യം കൊടുത്തത് വേൽ, രണ്ടാമത് കൊടുത്തത് ഒരു വള, മൂന്നാമത് കൊടുത്തത് ഒരു ഗദ. അങ്ങനെ മകൻ കുറച്ചു വലുതായപ്പോൾ അവനെ ആ രാജ്യത്തിന്റെ രാജാവായി അഭിഷേകം ചെയ്ത് അവർ കൈലാസത്തിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ ഒരു ദിവസം ഉഗ്രപാണ്ഡ്യനും വളരെ നീതിമാനും ധർമ്മിഷ്ഠനും സത്യസന്ധനുമായ ഒരു രാജാവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇന്ദ്രലോകത്തിനേക്കാളും ഐശ്വര്യവും തേജസ്സും മധുരാപുരിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ വല്ലാതെ അസൂയ തോന്നിയ ഇന്ദ്രൻ അവന്റെ ഉറ്റമിത്രമായ വരുണനോട് അവിടെ ഒരു പ്രളയം സൃഷ്ടിക്കുവാൻ, സമുദ്രം ജലം കൊണ്ട് അവിടെ മുഴുവൻ പ്രളയം സൃഷ്ടിക്കുവാൻ പറഞ്ഞു. ഇന്ദ്രന്റെ വാക്കുകൾ മാനിച്ച് വരുണനും അത് ചെയ്തു. അങ്ങനെ ആ മധുരാപുരി മുഴുവനും പ്രളയജലം കൊണ്ട് നിറയുന്ന സമയത്ത് ഈ ഉഗ്രപാണ്ഡ്യൻ അദ്ദേഹത്തിന്റെ അന്തപുരത്തിൽ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ശിവൻ ഒരു സന്യാസി രൂപത്തിൽ വന്ന് മധുരാപുരി ഒരു വലിയ ആപത്തിലാണെന്നും താൻ തന്ന വേൽ സമുദ്രത്തിൽ എറിയണമെന്നും പറഞ്ഞു. സ്വപ്നമാണോ തന്റെ മുമ്പിൽ നടക്കുന്നതാണോ എന്നറിയാതെ ആ നിദ്രയിൽ നിന്ന് അദ്ദേഹം ഞെട്ടി ഉണരുകയും ആ വേൽ തൽക്ഷണം തന്നെ സമുദ്രത്തിൽ എറിയുകയും ചെയ്തു. അങ്ങനെ ആ വേലിന്റെ പ്രഹരം സഹിക്കവയ്യാതെ വരുണൻ പിൻവാങ്ങുകയും ചെയ്തു. പിന്നീടും അതിഗംഭീരമായി തന്നെ അദ്ദേഹം ഭരണം കാഴ്ചവെച്ചു. അങ്ങനെ അവിടെ ആണല്ലോ മഴ പെയ്യിക്കുന്നത്. ഇനി മേലാൽ ഞാൻ മധുരാപുരിയിൽ മഴ പെയ്യിക്കുന്നില്ല, മധുരാപുരി കൊടും വരൾച്ചയ്ക്ക് പോവട്ടെ, ഉഗ്രപാണ്ഡ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം എന്ന് ഇന്ദ്രൻ വിചാരിക്കുകയും അങ്ങനെ ഉഗ്രപാണ്ഡ്യനെ വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ ഉഗ്രപാണ്ഡ്യൻ തന്റെ അച്ഛനായ സുന്ദരപാണ്ഡ്യൻ കൊടുത്ത വളയുമായി ഇന്ദ്രനെ ഏറ്റുമുട്ടുകയും അങ്ങനെ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ അച്ഛൻ നൽകിയ വള ഇന്ദ്രന്റെ കിരീടത്തിൽ എറിയുകയും ആ വള അവന്റെ കിരീടത്തിൽ പതിഞ്ഞ ക്ഷണം തന്നെ അവന്റെ അഹങ്കാരവും അസൂയയും കോപവും എല്ലാം ശമിക്കുകയും ഉഗ്രപാണ്ഡ്യൻ സുബ്രഹ്മണ്യൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ആ പാദത്തിൽ വീണവൻ മാപ്പപേക്ഷിക്കുകയും അനന്തരം മധുരാപുരിയിൽ നല്ല ഒരു മഴ വരുത്തുകയും ചെയ്തു. കാലം കുറെ കടന്നു പോയപ്പോൾ മധുരാപുരിയിലെ കർഷകർക്ക് നല്ല വിളവ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഭക്ഷണത്തിന്റെ ക്ഷാമവും നല്ല വിത്തുകളുടെ ലഭ്യതയ്ക്കും ഒരു കുറവ് വന്നു. ഇതിനു കാരണം മേരു പർവ്വതമായിരുന്നു. അങ്ങനെ മേരു പർവ്വതത്തിന്റെ ഈ അഹങ്കാരം തീർക്കാനായി ഉഗ്രപാണ്ഡ്യൻ അച്ഛൻ നൽകിയ മൂന്നാമത്തെ ആയുധമായ ഗദയുമായി മേരു പർവ്വതത്തിലേക്ക് പോവുകയും ആ മേരു പർവ്വതം അവിടെ ഒളിച്ചു വെച്ചിരുന്ന നിധി എവിടെയാണെന്ന് കണ്ടെത്താൻ ആ ഗദ കൊണ്ട് മേരു പർവ്വതത്തിന്റെ പല ഭാഗങ്ങളെയും പ്രഹരിക്കുവാൻ തുടങ്ങി. ഉഗ്രപാണ്ഡ്യന്റെ ഗദയുടെ പ്രഹരം സഹിക്കവയ്യാതെ മേരു പർവ്വതം ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും ആ നിധി കാണിച്ചു കൊടുക്കുകയും അനന്തരം ആ നിധിയിൽ വിശിഷ്ടമായ വിത്തുകളുടെ ശേഖരമായിരുന്നു. അങ്ങനെ വിത്തുകളും നെല്ലും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ആ നിധി. അങ്ങനെ ഉഗ്രപാണ്ഡ്യൻ ആ വിത്തും ആ നെല്ലിന്റെ ഇതുമായി മധുരാപുരിയിൽ എത്തുകയും വീണ്ടും അതിശക്തമായ ഭരണം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും നമ്മൾ കണ്ടത് അധ്യായം 1 മുതൽ 15 വരെ അവിടത്തെ സ്ഥല പുരാണമായ തിരുവിളയാടൽ പുരാണം എന്നതിലാണ്. 64 അധ്യായങ്ങൾ ഉള്ളതാണ് ഈ പുരാണം. മധുര മീനാക്ഷിയുമായും സുന്ദരേശ്വരനുമായും അല്ലെങ്കിൽ സുന്ദരേശ്വര പാണ്ഡ്യനുമായും പാണ്ഡ്യനുമായും വരുന്ന ഭാഗങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ മധുരൈ ക്ഷേത്രത്തിന്റെ ചില വിചിത്രമായ കാര്യങ്ങളാണ്. 14 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 4 ദിക്കിലും 4 ഗോപുരങ്ങൾ ഉണ്ടത്രേ. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മധുര ക്ഷേത്രത്തിലെ 3 വിചിത്രമായ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം കണ്ട പൊർത്താമരൈ കുളം, അതിനൊരു സവിശേഷതയുണ്ട്. അവിടെ മത്സ്യമോ ജലജീവികളോ ആ വെള്ളത്തിൽ ഇല്ല. അതിന്റെ കഥയും വരുന്നത് ഈ ഞാൻ പറഞ്ഞ സ്ഥല പുരാണമായ വിളയാടൽ പുരാണത്തിലെ 48-ാം അധ്യായത്തിലാണ്.
ഈ പൊൻകുളം ഉണ്ടായിരുന്ന പ്രദേശത്തിന്റെ തെക്കു ഭാഗത്ത് കുറച്ചു മാറിയിട്ട് നല്ല സമൃദ്ധമായ ഒരു തെളിനീർ തടാകം ഉണ്ടായിരുന്നത്രേ. അതിൽ നിറയെ കുറെ താമരപ്പൂക്കളും ഉണ്ടായിരുന്നത്രേ. അങ്ങനെ ആ വെള്ളത്തിന് നല്ല മധുരവും ഉണ്ടായിരുന്നത്രേ. ആ വെള്ളം കുടിക്കുവാനായി എന്നും ഒരു കൊക്ക് അവിടെ വരുമായിരുന്നത്രേ. അങ്ങനെ ഒരു ദിവസം കൊടും വരൾച്ച കാരണം ആ തടാകം നന്നേ വറ്റിപ്പോയി. അങ്ങനെ കൊക്ക് വേറെ ഒരു ആശയം കാണുവാൻ തേടി പോവുകയും ഈ പൊർക്കുളത്തിന്റെ തൊട്ട് മാറി വേറൊരു ജലാശയം കാണുകയും ചെയ്തു. അതിൽ നിറയെ കുറെ മീനുകൾ ഉണ്ടായിരുന്നു. കൊക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ മത്സ്യം. അങ്ങനെ അവൻ വയറു നിറയെ വെള്ളം കുടിക്കുകയും വയറു നിറയെ മത്സ്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വയറു നിറഞ്ഞ് സന്തോഷത്തോടെ അവൻ ഒരു വൃക്ഷക്കൊമ്പിൽ ഇരിക്കുമ്പോൾ കുറെ അധികം സന്യാസിമാർ അവിടെ വന്നിരിക്കുന്നതും അവരെല്ലാം ആ പുഴയിൽ ഇറങ്ങി സ്നാനം ചെയ്യുകയും ശിവനാമം ഉരുവിടുകയും അനന്തരം കരയിൽ കയറി ഇരുന്ന് ശിവപൂജ ചെയ്യുന്നതായും കണ്ടു. അതിനുശേഷം അവർ ശിവന്റെ കഥകളും ദിവ്യലീലകളും പറയുന്നുണ്ടായിരുന്നു. അവർ പുഴയിൽ കുളിക്കുന്ന സമയത്തെല്ലാം അവരുടെ ശരീരത്തിൽ മത്സ്യങ്ങൾ വന്ന് തട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ദിവ്യന്മാരായ ഋഷിമാരുടെ ശരീരസ്പർശമേറ്റ മത്സ്യത്തിനെയാണോ താൻ ഭക്ഷിക്കുന്നത്, താൻ ചെയ്യുന്നത് പാപമാണെന്ന് തോന്നിയ കൊക്ക് അതിനൊരു പരിഹാരം, പാപപരിഹാരം തേടി പൊർക്കുളം തേടി യാത്രയായി. ഈ പൊർക്കുളത്തെ പറ്റി ഈ കൊക്ക് അറിയുന്നത് ഈ സന്യാസിമാരിൽ നിന്നുമാണ്. അങ്ങനെ കുറെ യാത്ര ചെയ്ത് പൊർക്കുളത്തിന്റെ അവിടെ എത്തുകയും അവിടെ 15 ദിവസം വെള്ളം പോലും കുടിക്കാതെ ഒരു കാലിൽ നിന്നുകൊണ്ട് അവൻ ശിവനെ തന്നെ സ്മരിച്ച് അവന് അറിയുന്ന പോലെ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ അവന്റെ ദിവ്യമായ തപസ് 15-ാം ദിവസം തീരുകയും അങ്ങനെ അവൻ കുറച്ച് വെള്ളം കുടിക്കാനായി ആ പൊർക്കുളത്തിൽ പോയി വെള്ളം കുടിക്കുന്ന നേരം അവിടെ വലിയ മത്സ്യങ്ങളെ കാണുകയും ആ കൊക്കിന്റെ സഹജമായ സ്വഭാവം കൊണ്ട് താൻ മത്സ്യത്തെ ഭക്ഷിക്കണോ എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ വന്നു. അപ്പോഴാണ് അവൻ ഓർത്തത്, ഇത് ശിവന് സ്വന്തമായ കുളം, ആ പാപങ്ങൾ മാറ്റാനാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. താൻ ഇവയെ ഭക്ഷിക്കുന്നത് തന്റെ പാപഭാരം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അങ്ങനെ മഹാദേവനോട് മാപ്പ് അപേക്ഷിച്ച് അവൻ വീണ്ടും തപസ്സിലേർപ്പെട്ടു. ഇതുപോലത്തെ ചിന്തകൾ ഇനി തന്റെ മനസ്സിൽ വരരുത് എന്ന് കരുതി അവൻ തപസ് അനുഷ്ഠിക്കുകയും ആ തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ ഒരു കൊക്കിന്റെ മുമ്പിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്രേ. എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദീർഘായുസ് വേണമെന്നോ എനിക്ക് മൃഷ്ടാന്ന ഭോജനം വേണമെന്നോ എന്റെ സന്തതിക പരമ്പരകൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നോ ഒന്നും ആ കൊക്ക് ചോദിച്ചില്ല. തൊഴുകൈയോടെ ആ പാദത്തിൽ വീണ് നമസ്കരിച്ച കൊക്ക് യാചിച്ചത്, എന്നെ ഈ ജന്മബന്ധത്തിൽ നിന്നും മഹേശ്വര മോചിപ്പിക്കണമേ. വീണ്ടും അത് ഞാൻ ചെയ്യാം, അതല്ലാതെ നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കൊക്ക് പറഞ്ഞത്രേ, എന്റെ കാലശേഷം എന്റെ സന്തതി പരമ്പരകൾ ചിലപ്പോൾ ഈ പൊർക്കുളത്തിൽ വന്നേക്കാം. ഇവിടത്തെ മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും ഇവിടെ ഇരുന്ന് അവ ഭക്ഷിച്ചേക്കാം. അങ്ങനെ അവർ ഒരു പാപത്തിന് ഇരയാവരുത്. അതുകൊണ്ട് ഇനി മേലാൽ ഈ പൊർക്കുളത്തിൽ മത്സ്യങ്ങളോ ജലജീവികളോ ഉണ്ടാവരുത്. അതുകൊണ്ട് മറ്റു കൊക്കുകൾ ഇവിടെ വന്നിരുന്നാലും അവർക്ക് ഭക്ഷിക്കാൻ ഈ കുളത്തിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ലല്ലോ. അങ്ങനെ അവർക്ക് ആ പാപഭാരം പേറേണ്ടി വരില്ലല്ലോ. അങ്ങനെ തന്റെ ഈ തനിക്കൊപ്പം തന്റെ സന്തതി പരമ്പരയുടെ നന്മയ്ക്കായും പ്രാർത്ഥിച്ച ആ കൊക്കിന്റെ ഭക്തി കണ്ട് മഹേശ്വരൻ അവന് മോക്ഷം നൽകുകയും അദ്ദേഹം തന്നെ പറഞ്ഞത്രേ, ഇനി മേലാൽ മധുരയിലെ പൊർക്കുളത്തിൽ മത്സ്യങ്ങളോ ജലജീവികളോ ഉണ്ടാവുകയില്ലെന്ന്. ഇപ്പോഴും അവിടെ മത്സ്യങ്ങളും ജലജീവികളും ഇല്ലെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് വരുന്ന ഒരു വിചിത്രമായ സംഭവം, 1818 മുതൽ 1828 വരെ മധുര ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ. അതിൽ ഒരു കളക്ടർ ആയിരുന്നു റൗസ് പീറ്റർ.
എപ്പോഴൊക്കെ മീനാക്ഷിയുടെ ക്ഷേത്ര വീതിയിലൂടെ കുതിരവണ്ടി പോകുമോ അപ്പോഴൊക്കെ അദ്ദേഹം കുതിരവണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹത്തിന്റെ തൊപ്പിയും ചെരുപ്പുകളെല്ലാം ഊരി മാറ്റി ഭഗവതിയെ നമസ്കരിച്ചതിനു ശേഷം കാൽനടയായി പോവുമായിരുന്നത്രേ. അവിടുത്തെ ആൾക്കാരുടെ ജീവിതവും അവിടുത്തെ സംസ്കാരവും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നെന്നും അതുകൊണ്ട് തന്നെ മധുരയിലുള്ളവർ ആ കാലത്ത് ജീവിച്ചിരുന്നവർ അദ്ദേഹത്തെ പീറ്റർ പാണ്ഡ്യൻ എന്ന ഒരു പേര് നൽകി വിളിച്ചിരുന്നത്രേ. ആ ക്ഷേത്രത്തിനു വേണ്ടിയും അദ്ദേഹം കുറെ അധികം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം വൈഗൈ നദിയിൽ പ്രളയമുണ്ടാവുകയും ഒരു രാത്രി അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രളയവും അതിശക്തമായ മഴയും ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ അദ്ദേഹത്തിന്റെ കട്ടിലിനടുത്ത് ഒരു 5-6 വയസ്സ് പ്രായമുള്ള പട്ട് വേഷങ്ങൾ ധരിച്ച് വിശിഷ്ടമായ ആഭരണങ്ങൾ അണിഞ്ഞ് ദിവ്യ ഭംഗിയുള്ള ഒരു പെൺകുട്ടി പീറ്റർ എന്റെ കൂടെ വരൂ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. അങ്ങനെ അദ്ദേഹം കൺതുറന്നു നോക്കുമ്പോൾ അതൊരു സ്വപ്നമായിരുന്നില്ല. 5-6 വയസ്സ് പ്രായമുള്ള അഭൗമ സൗന്ദര്യത്തിനുടമയായ ഒരു പെൺകുട്ടി പീറ്റർ കം എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ആ ബംഗ്ലാവിന് പുറത്തു പോയി അവിടെ നിൽക്കുകയുമായിരുന്നു. അവർ രണ്ടുപേരും പുറത്തു വന്ന ആ ക്ഷണം തന്നെ വലിയ ഒരു മിന്നലേറ്റ് അദ്ദേഹം ഉറങ്ങിക്കിടന്നിരുന്ന ആ കിടപ്പറയിൽ പതിക്കുകയും തീയാളി കത്തുകയും ചെയ്തത്രേ. ഇതിനെല്ലാം അദ്ദേഹം പുറത്തു നിന്ന് സാക്ഷിയാവുകയായിരുന്നു. ആ മോൾ എവിടെ എന്ന് നോക്കിയ ക്ഷണത്തിൽ നഗ്നപാതയായി ആ പെരുമഴയിൽ അവൾ എവിടേക്കോ ഓടി മറഞ്ഞു. 1 സെക്കൻഡ്. അങ്ങനെ തന്നെ രക്ഷിക്കാൻ വന്ന ആ മോൾക്ക് നല്ല ചെരുപ്പ് പോലും ഇല്ലല്ലോ എന്ന് അദ്ദേഹം ദുഃഖിക്കുകയും ആ വന്നത് സാധാരണ ഒരു പെൺകുട്ടിയല്ല, മീനാക്ഷി തന്നെയാണ് തന്നെ രക്ഷിക്കാൻ വന്നതെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഒരു 5-6 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് ഇടാൻ പറ്റുന്ന പാകത്തിൽ സ്വർണങ്ങളും വിശിഷ്ടമായ രത്നങ്ങളും പതിച്ച ഒരു പാദുകം അവൾക്ക് നൽകുകയും ചെയ്തത്രേ. ഇപ്പോഴും തിരുക്കല്യാണ ദിവസം അമ്മ തേരിൽ മധുരാപുരി ഇറങ്ങുന്ന സമയത്ത് ആ പാദുകം ധരിക്കാറുണ്ടത്രേ. ആ പാദുകത്തിന് പീറ്റർ പാദുകം എന്നാണ് പേര്. ഭഗവതിക്ക് മുന്നിൽ എന്ത് പീറ്റർ, എന്ത് പരശുരാമൻ, എല്ലാം അവളുടെ സൃഷ്ടി, എല്ലാം അവളുടെ മക്കൾ. അതാണ് മധുര നമുക്ക് നൽകുന്ന സന്ദേശം. വേറെയും ഒരു ക്ഷേത്ര കഥ അവിടെ ഉണ്ട്. ഒരു ദിവസം അവിടത്തെ തിടപ്പള്ളിയിലെ പ്രധാനപ്പെട്ട പാചകക്കാരനായിരുന്നു ശ്രീനിവാസൻ എന്ന പേരുള്ള ഒരാൾ. അദ്ദേഹം എന്നും രാവിലെ എഴുന്നേറ്റ് ഭഗവതിക്ക് സകല നൈവേദ്യങ്ങളും വയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വല്ലാതെ ക്ഷീണിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ഉറങ്ങുന്നതിന് മുമ്പ് ഭഗവതിയുടെ നടയിൽ പോയി, അമ്മേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഉറങ്ങാൻ പോകുന്നു, 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ എന്നെ ഉണർത്തണം, ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഭഗവതിയുടെ പ്രസാദം എല്ലാം തയ്യാറാക്കിക്കൊള്ളാം, ഞാൻ ഇപ്പോൾ തിടപ്പള്ളിയിൽ പോയി കുറച്ചു നേരം വിശ്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിശ്രമിക്കുകയും കുറച്ചു നേരം കഴിഞ്ഞ് ആ പൂജാരി വന്ന് വിശിഷ്ട ദിവസമായ അന്ന് രാജാവും മറ്റു പരിവാരങ്ങളും അവിടെ പൂജയ്ക്കായി വന്നിട്ടുണ്ടെന്നും ഉച്ച പൂജയ്ക്കായി വന്നിട്ടുണ്ടെന്നും ഉണ്ടാക്കിയ നിവേദ്യങ്ങളെല്ലാം എടുത്തു വെക്കുവാൻ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ താൻ ഒരു വെള്ളച്ചോറ് പോലും വെച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും, എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ പോയി എടുത്തുകൊണ്ടുവരൂ, എന്തിനാണ് ഈ ആമാന്തം എന്ന് പൂജാരി മുഖ്യ മേൽശാന്തി പറഞ്ഞു. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം തിടപ്പള്ളിയിലേക്ക് പോയി കണ്ടപ്പോൾ അതിശയമായ ഒരു കാഴ്ച കണ്ടു. താൻ എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും അധികം പ്രസാദങ്ങൾ കൊണ്ട് ആ തിടപ്പള്ളി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ഭഗവതിയെ മനസ്സിൽ നമസ്കരിച്ച് അദ്ദേഹം ആ പ്രസാദം, ആ നിവേദ്യമെല്ലാം മധുര മീനാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവെക്കുകയും ആ ഭഗവതിയെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് മനസ്സുകൊണ്ട് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെ ആ നിവേദ്യങ്ങളെല്ലാം ഭഗവതിക്ക് സമർപ്പിച്ച് ദീപാരാധന കാണിക്കുന്ന സമയത്താണ് മുഖ്യ പൂജാരി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഭഗവതിയുടെ മിന്നിത്തിളങ്ങുന്ന മൂക്കുത്തി കാണുന്നില്ല. ആരാണ് അത് എടുത്തത്? അവിടെ എല്ലാം നോക്കിയപ്പോൾ അവിടെ എങ്ങും കിട്ടിയില്ല.
അവസാനം ഒരു ഭൃത്യൻ വന്നു പറഞ്ഞു, ഭഗവതിയുടെ മൂക്കുത്തി തിടപ്പള്ളിയിൽ കിടപ്പുണ്ട്. രാജാവും പരിവാരങ്ങളും എല്ലാം കിടപ്പുണ്ട്. ഈ പാവപ്പെട്ട ഈ ശ്രീനിവാസൻ എന്ന പേരുള്ള പാചകക്കാരൻ ഭയന്നു പോയി. ഞാൻ ഉറങ്ങുകയായിരുന്നു, അമ്മയാണ് വന്ന് പാചകം ചെയ്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തന്റെ കഥ കഴിഞ്ഞു. തന്നെ ഇന്ന് കഴുമരം തന്നെ തനിക്ക് ലഭിക്കും. എന്തെങ്കിലും ഒരു മാർഗം കാട്ടിത്തരൂ ഭഗവതി. അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഉറങ്ങാൻ പോയതെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി. അങ്ങനെ രാജാവിന്റെ പരിവാരങ്ങൾ ഭൃത്യന്മാർ ഈ ശ്രീനിവാസനെ പിടിക്കുവാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ഒരു അശരീരി വരികയും, എന്നും ഈ മകനാണ് എനിക്ക് നിവേദ്യം വെക്കുന്നത്. ഒരു ദിവസം അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഗാഢനിദ്രയിലായിരിക്കുന്ന തന്റെ കുഞ്ഞിനെ ഉണർത്താൻ അമ്മയ്ക്ക് മനസ്സ് വരില്ലല്ലോ. അതുകൊണ്ട് അവന് വേണ്ടി ഇന്ന് അവന്റെ അമ്മയുടെ സ്ഥാനത്തിൽ നിന്ന് ഞാനാണ് പാചകം ചെയ്തത്. പാചകം ചെയ്യുന്ന സമയത്ത് തിടപ്പള്ളിയിലെ വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് വെളിച്ചം ലഭിക്കുവാനായി ഈ വൈഡൂര്യ മൂക്കുത്തി ഞാൻ അവിടെ ഊരി വെക്കുകയായിരുന്നു. അനന്തരം ഞാൻ അത് തിരിച്ചണിയുവാൻ മറന്നുപോയി. എന്റെ പുത്രനെ ഒന്നും ചെയ്യരുത് എന്ന് അമ്മ ഒരു ഉഗ്രശാസനയും ചെയ്തു. അങ്ങനെ സത്യമായി മധുരാപുരിയിൽ മാത്രമല്ല എല്ലാവരുടെയും മാതാവായി അവൾ അവിടെ വിളങ്ങുന്നു. ആ മധുരയിലുള്ള മീനാക്ഷിക്ക് കേരളവുമായി എന്താണ് ബന്ധം? മധുരയിലെ മീനാക്ഷി എങ്ങനെ നമ്മുടെ കേരളത്തിലെത്തി? എങ്ങനെ നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കുമാരനെല്ലൂർ എന്നൊരു പേര് ലഭിച്ചു? എങ്ങനെ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തിന് മാഞ്ഞൂർ എന്ന പേര് ലഭിച്ചു? ആ രണ്ട് പേരുകൾക്കും മധുരയിലെ മീനാക്ഷിക്കും എന്താണ് ബന്ധം? ഒരു ദിവസം മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി പൂജയെല്ലാം ചെയ്തു കഴിഞ്ഞു നോക്കുമ്പോൾ ഭഗവതിയുടെ മൂക്കുത്തി ഇതാ വീണ്ടും കാണാതെ ആയിരിക്കുന്നു. അവിടെ എല്ലാം അന്വേഷിച്ചു നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ ഈ കാര്യം രാജാവിനെ അറിയിക്കുകയും 41 ദിവസത്തിനകം ആ മൂക്കുത്തി കിട്ടിയിരിക്കണം, അല്ലാതെ പക്ഷം ഭഗവതിയുടെ മുതൽ മോഷ്ടിച്ചു എന്ന കാരണത്തിൽ നിന്നെ കഴുമരത്തിലേറ്റുമെന്നും പറഞ്ഞു. അതുവരെ ഭഗവതിയുടെ ക്ഷേത്രം മധുര മീനാക്ഷി ക്ഷേത്രത്തിന് പുറത്തു തന്നെ വസിക്കണമെന്നും അവിടെ കാറ്റോ മഴയോ വെയിലോ ഒന്നും ബാധകമാവരുതെന്നും ക്ഷേത്ര പരിസരം വിട്ട് പോവരുതെന്നും രാജാവ് ഒരു ശാസന ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയും 40-ാം ദിവസം രാത്രിയായിട്ടും ആ മൂക്കുത്തിയെ പറ്റി ഒരു അറിവുമില്ല. 41-ാമത്തെ ദിവസം പുലർന്നു കഴിഞ്ഞാൽ താൻ ആ മൂക്കുത്തി എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഭഗവതിക്ക് മാത്രമേ സത്യം അറിയുള്ളൂ, അമ്മയുടെ മൂക്കുത്തി താൻ മോഷ്ടിച്ചിട്ടില്ല എന്ന്. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഉറങ്ങാതെ ആ പൂജാരി ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ദിവ്യ ജ്യോതിസ് പ്രത്യക്ഷപ്പെടുകയും ആ പിന്തുടർന്നു വരുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ആ ദിവ്യ തേജസ് മുന്നിൽ പോവുകയും ഇദ്ദേഹം ആ ദിവ്യ ജ്യോതിസിനെ പിന്തുടർന്ന് പോവുകയും ചെയ്തു. അങ്ങനെ മധുരാപുരി താണ്ടി തമിഴ്നാടിന്റെ അതിർത്തികൾ താണ്ടി കേരളത്തിൽ പ്രവേശിച്ച് കേരളത്തിന്റെ പല അതിർത്തികളും താണ്ടി അവർ കോട്ടയം ജില്ലയിലെത്തി. അങ്ങനെ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് അവിടെ സുബ്രഹ്മണ്യനായി ഒരു ക്ഷേത്രത്തിന്റെ പണി അന്നത്തെ രാജാവായ ചേരമൻ പെരുമാൾ നടത്തിക്കൊണ്ടിരുന്നു. ആ ക്ഷേത്രം കണ്ട സമയം തന്നെ ആ ദിവ്യ തേജസ് ആ ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിലോട്ട് പോയി. അങ്ങനെ ആ ദിവ്യ തേജസ്സിനെ പിന്തുടർന്നു വന്ന ആ പൂജാരിയും ആ ശ്രീകോവിലിന്റെ മുന്നിൽ തൊഴുകയോടെ നിൽക്കുകയും നടന്നതെല്ലാം ചേരമൻ പെരുമാളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ജ്യോതിഷ പ്രകാരം അവിടെ ശ്രീ പാർവതിയുടെ സാന്നിധ്യമാണ് ഉള്ളതെന്നും ഇവിടെ കുമരൻ ഇല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കുമരൻ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ആ ദേശത്തിനൊരു നാമം ലഭിച്ചു, കുമരനില്ല ഊർ. പക്ഷേ ഈ കഥകളൊന്നും വിശ്വസിക്കാൻ ചേരമൻ പെരുമാൾ തയ്യാറായിരുന്നില്ല. ആരോ എന്തോ പറയുന്നു, ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച സമയത്ത് തന്നെ ഇവിടെ സുബ്രഹ്മണ്യന്റെ തന്നെ പ്രതിഷ്ഠ നടക്കും എന്ന് കരുതി അദ്ദേഹം നടക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പ്രദേശം മുഴുവനും മഞ്ഞുകൊണ്ട് നിറഞ്ഞു. തന്റെ മുന്നിലും പിന്നിലും ഒന്നും കാണാൻ വയ്യാതെ കോട്ടയം ജില്ലയിൽ ഇത്രയധികം മഞ്ഞു. അങ്ങനെ ആ പ്രദേശമാകെ മഞ്ഞുകൊണ്ട് മൂടിപ്പോയി.
അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെ അദ്ദേഹം ആ ജ്യോതിഷന്മാർ പറഞ്ഞതോ ആ ദിവ്യ തേജസ്സോ ഒന്നും കള്ളമല്ല. അവിടെ വന്നിരിക്കുന്നത് കൈലാസത്തിന്റെ തന്നെ അധിപയായ, മഞ്ഞിന്റെ തന്നെ ഈറ്റില്ലമായ കൈലാസത്തിന്റെ അധിപയായ ശ്രീ പാർവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ക്ഷണം തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. അമ്മേ ഭഗവതി, ഈ സ്ഥലം ഞാൻ നിൻ തിരുവടിക്കായി വിട്ടുതരുന്നു. ഇവിടെ നിൻ തിരുവടിയുടെ ക്ഷേത്രം തന്നെ വരട്ടെ. ആ പറഞ്ഞ ക്ഷണം തന്നെ മഞ്ഞെല്ലാം മാഞ്ഞു പോവുകയും അങ്ങനെ ആ സ്ഥലത്തിന് മഞ്ഞൂർ എന്ന സ്ഥലം വരികയും കാലക്രമേണ ആ പ്രദേശം മാഞ്ഞൂർ എന്ന സ്ഥലമാവുകയും ചെയ്തു. അങ്ങനെ ആ ഭഗവതിയുടെ തന്നെ ശ്രീകോവിലായി ആ കോവിൽ, ആ ശ്രീകോവിൽ, ആ ക്ഷേത്രം കുമാരനില്ല ഊർ എന്നാവുകയും കാലക്രമേണ കുമാരനെല്ലൂർ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവിടെ പ്രതിഷ്ഠയ്ക്കായി ഒരു ദേവീ വിഗ്രഹം വേണമല്ലോ. അങ്ങനെ അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ വെച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ വിഗ്രഹം കുറച്ചു മാറി ഉദയനാപുരം ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടത്തെ ഭഗവതിയുടെ വിഗ്രഹം ഇവർ പ്രതിഷ്ഠ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആ മുഹൂർത്തത്തിൽ ലഭിച്ചില്ല. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതെ വിഷമിച്ച് ഉറങ്ങിയ സമയത്ത് രാത്രി ആ ക്ഷേത്രം നിൽക്കുന്നതിന്റെ അടുത്തൊരു മലപ്രദേശമുണ്ടെന്നും അവിടെ ഒരു കിണറിൽ ഒരു ദിവ്യ വിഗ്രഹം ഭഗവതിയുടെ കിടപ്പുണ്ടെന്നും അത് ഈ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കണമെന്നും ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അങ്ങനെ ഈ സ്വപ്ന ദർശനം അദ്ദേഹം അടുത്ത ദിവസം ഗുരുക്കന്മാരോട് പറയുകയും വലിയ സൈന്യ സന്നാഹത്തോടെ ഈ മലപ്രദേശം കുമാരനെല്ലൂർ ദേശത്തിന്റെ അടുത്തുള്ള പ്രദേശത്ത് തേടി നോക്കിയപ്പോൾ ആ സ്വപ്ന ദർശനത്തിൽ വന്ന പോലെ തന്നെ ആ കിണറ്റിൽ നിന്നും ഭഗവതിയുടെ ദിവ്യമായ ഒരു വിഗ്രഹം ലഭിക്കുകയും അങ്ങനെ ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ ചെയ്യാൻ സമയത്ത് അവിടെ എവിടെന്നല്ലാന്നറിയാതെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വരികയും ആ ഭഗവതിയുടെ വിഗ്രഹം അദ്ദേഹം പൂജിച്ചതാണത്രേ. ആ വിഗ്രഹം അദ്ദേഹം ശ്രീകോവിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠയ്ക്ക് ആ ഭഗവതി അവിടെ പ്രതിഷ്ഠിച്ചതിനു ശേഷം ആ ക്ഷണം തന്നെ ആ വൃദ്ധ ബ്രാഹ്മണൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. പരശുരാമൻ എന്തു സംഭവിച്ചു? അദ്ദേഹം തിരിച്ചു പോവില്ല, ഭഗവതിയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് വിചാരിക്കുകയും അദ്ദേഹം അവിടെ തന്നെ താമസിച്ച് ഭഗവതിയെ സേവിക്കുകയും അനന്തരം അദ്ദേഹം താമസിച്ച വീടാണ് ഇന്നത്തെ മധുര ഇല്ലം. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം വൃശ്ചിക മാസത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തൃക്കാർത്തിക ഉത്സവമാണ്. തിരുവോണ ദിവസം കൊടിയേറി തൃക്കാർത്തിക ദിവസം ഉത്സവം നടക്കുകയും രോഹിണി ദിവസം ഭഗവതിയുടെ ആറാട്ട് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ മധുരയിലുള്ള മീനാക്ഷി തന്നെ വിശ്വസിക്കുന്ന തന്റെ പുത്രനായ ആ ഒരു പൂജാരിക്ക് വേണ്ടി അവിടെ തന്നെ ജനിച്ചു വളർന്ന് അവിടെ തന്നെ ഭരിച്ചിരുന്ന ആ മീനാക്ഷി സകലതും ഉപേക്ഷിച്ച് പുത്രരക്ഷയ്ക്കായി നമ്മുടെ കേരളത്തിൽ നമ്മളുടെ കാർത്യായനിയായി അവിടെ വസിച്ച് നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നു. ഇതാണ് മധുര മീനാക്ഷി കേരളത്തിൽ എത്തിയതിന്റെ രഹസ്യം. പാലക്കാട് ജില്ലയിൽ ഈ വേറെയും മധുര മീനാക്ഷിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ചിദംബരം ഭാഗത്ത്, തമിഴ്നാടുവിലെ ചിദംബരം ഭാഗത്ത് വല്ലാതെ വരൾച്ച വരികയും അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വീരശൈവ മന്നാടിയാർ എന്ന പരമ്പരയിൽപ്പെട്ട ചിലവർ കേരളത്തിലേക്ക് വരികയും അതിൽ ഒരു വൃദ്ധനായ ഒരാൾ ഉണ്ടായിരുന്നെന്നും അദ്ദേഹം മീനാക്ഷിയുടെ പരമഭക്തനായിരുന്നെന്നും ഇനി എപ്പോഴും മീനാക്ഷിയെ തനിക്ക് ദർശിക്കുവാൻ കഴിയില്ലല്ലോ എന്ന സങ്കടത്തോടെ അവിടെ മീനാക്ഷിയുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു കല്ല് പോലത്തെ ഒരു വസ്തു അദ്ദേഹം കയ്യിലെടുത്തിരുന്നു. അങ്ങനെ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും അദ്ദേഹം ഒരു കുളത്തിൽ മുങ്ങി കുളിക്കുവാൻ പോയപ്പോൾ അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്ന ആ വസ്തുവും ഓലക്കുടയും അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കുളിക്കാൻ പോയത്. അദ്ദേഹം കുളിച്ചു വന്ന് ഓലക്കുട എടുക്കുവാൻ നോക്കിയപ്പോൾ ആ ഓലക്കുട അദ്ദേഹം എവിടെ വെച്ചോ അവിടെ നിന്നും പൊങ്ങി വരുന്നില്ല. അങ്ങനെ ആൾക്കാർ, ആ പ്രദേശത്തുള്ളവരെല്ലാം
ഒരു ഓലക്കുട എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല, എന്ത് ദിവ്യത്വമാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വരികയും അങ്ങനെ അവിടെ ജ്യോതിഷന്മാർ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ മധുര മീനാക്ഷിയുടെ സാന്നിധ്യം കാണുകയും അങ്ങനെ അവിടത്തെ ആ ദിവ്യ വസ്തുവിനെ പിന്നീട് പഴയ കാവിലേക്ക് മാറ്റുകയായിരുന്നെന്നും ആ കുളത്തിൽ മീനാക്ഷിയുടെ കണ്ണുകൾ തന്നെ പ്രതിനിധീകരിക്കുന്നത് മീനിനെ ആണല്ലോ, അവിടെ ആ കുളത്തിൽ അനേകം മീനുകൾ ഉണ്ടത്രേ. അതാണ് പാലക്കാട് ജില്ലയിലെ പല്ലശന മീൻകുളത്തി ഭഗവതി ക്ഷേത്രം. ഈ രണ്ടു ക്ഷേത്രങ്ങൾക്കും മധുര മീനാക്ഷിയുമായി വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ട്. രണ്ടുപേരും പുത്രന്മാർക്ക് വേണ്ടി സ്വദേശം ഉപേക്ഷിച്ച് അവരുടെ പുത്രന്മാർക്ക് വേണ്ടി വന്നു. ഒരാൾ പുത്രരക്ഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ കുമാരനെല്ലൂർ കാത്യായനി പുത്രരക്ഷയ്ക്ക് വേണ്ടി വന്നപ്പോൾ പല്ലശനക്കാവിലമ്മ വന്നത് പുത്രസ്നേഹം കൊണ്ട്. ഇതൊക്കെയാണ് മധുരയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന മീനാക്ഷിയുടെ രഹസ്യങ്ങൾ. ഇതുപോലത്തെ കഥകൾ ഇനിയും അറിയാൻ വാസുകി ടോക്സ് ഫോളോ ചെയ്യൂ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ലൈവ് സ്ട്രീമിംഗിൽ കണ്ട എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു. ഇതുപോലത്തെ കഥകൾ നാളെ കാണാം 7 മുതൽ 8 വരെ ലൈവായി. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് നിങ്ങളുടെ വാസുകി. ടേക്ക് കെയർ ആൻഡ് ബൈ.